ഈ രണ്ട് സിനിമയും സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രദീപ് കിഷനാണ്. അവരുടെ ഭർത്താവ് കൂടിയായ പ്രദീപ് കിഷനാണ്. അപ്പോൾ അങ്ങനെയാണ് ആദ്യമായിട്ട് ഇവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. ഞാനൊരു പ്രോക്സി റൈറ്റർ മാത്രമാണെങ്കിൽ ഞാനിത് ഒരു തിരക്കഥാകൃത്ത് എന്നുള്ള നിലയിൽ തന്നെ ഞാനിതിൽ നിന്ന് പിന്മാറുകയാണെന്ന് പറയുന്നു. മദർ മേരി കംസ് ടു മീ എന്ന് പറയുന്ന പുസ്തകത്തിൽ തന്നെ അരുന്ധതി റോയി എന്ന് പറയുന്ന എഴുത്തുകാരി ഉണ്ടാകുന്നതിനെക്കുറിച്ച് ഒരു ദീർഘമായ ഒരു വിവരണം തന്നെയുണ്ട്. അരുന്ധതി റോയി ഒരു എഴുത്തുകാരി എന്നുള്ള നിലയിലല്ല തുടങ്ങുന്നത്. അവർ ശരിക്കും ഒരു സ്ക്രീൻ പ്ലേ റൈറ്റർ എന്നുള്ള നിലയിലാണ് ഈ എഴുത്ത് എന്ന് പറയുന്ന മേഖലയിലേക്ക് കടന്നു വരുന്നത്. മാസി സാഹിബ് എന്ന് പറയുന്നൊരു ഒരു സ്ക്രീൻ പ്ലേ പ്രദീപ് കിഷനുമായിട്ട് ചേർന്ന് അവർ തയ്യാറാക്കുകയും ആ സിനിമയിലൊരു വേഷം ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കഥ അവരായിരുന്നു. അതിനുശേഷം ആനി എന്ന് പറയുന്ന ഒരു തുടങ്ങുന്ന ഒരു പേര് ഞാനിപ്പോൾ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ആനി എന്ന് പറയുന്ന ഒരു രണ്ടാമത്തെ സിനിമ, അതിലും ഒരു തിരക്കഥാകൃത്ത്, അത് സ്കൂൾ ഓഫ് പ്ലാനിങ് ആൻഡ് ആർക്കിടെക്ചറിലെ വിദ്യാർത്ഥികളുടെ അനാർക്കിക് ലൈഫ്, 70കളിലെ അനാർക്കിക് ലൈഫിനെയാണ് അവരതിനെ കേന്ദ്രമാക്കുന്നത്. അപ്പോൾ അത് ഒരു അന്നത്തെ നിലനിന്നിരുന്ന 70കളിൽ നിലനിന്നിരുന്ന ആംഗ്രി യങ് മാൻ എന്ന് പറയുന്ന ഒരു നറേറ്റീവിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നറേറ്റീവായിരുന്നു. അതിൻ്റെ ഒരു മൂന്നാമത്തെ സിനിമ ഇവർ പ്രപ്പോസ് ചെയ്യുകയും അത് ചാനൽ 4 BBC ചാനൽ 4 നല്ല സിനിമകളെ പ്രൊമോട്ട് ചെയ്യുന്ന ചാനൽ 4 അതിനെ ഫണ്ട് ചെയ്യാം എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഈ രണ്ട് സിനിമയും സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രദീപ് കിഷനാണ്. അവരുടെ ഭർത്താവ് കൂടിയായ പ്രദീപ് കിഷനാണ്. അപ്പോൾ ഈ ചാനൽ 4 ഇതിനെ ഫണ്ട് ചെയ്യാൻ വരുമ്പോൾ അവരാവശ്യപ്പെടുന്നത് ഇതിൻ്റെ തിരക്കഥാകൃത്ത് കുറേ കൂടി അറിയപ്പെടുന്ന ഒരാളായിരിക്കണം എന്നുള്ള നിലയിൽ ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആദ്യമായിട്ട് ഇവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്, ഈ പ്രദീപ് കിഷനും അരുന്ധതി റോയ്. അപ്പോൾ അരുന്ധതി റോയ് പറയുന്നത്, എൻ്റെ പേര് ഒരു തിരക്കഥാകൃത്തിൻ്റെ പേരിൽ വെക്കാൻ താല്പര്യമില്ല, ഞാനൊരു പ്രോക്സി റൈറ്റർ മാത്രമാണെങ്കിൽ ഞാനിത് ഒരു തിരക്കഥാകൃത്ത് എന്നുള്ള നിലയിൽ തന്നെ ഞാനിതിൽ നിന്ന് പിന്മാറുകയാണെന്ന് പറയുന്നു. പക്ഷേ എങ്കിലും ആ പ്രോജക്റ്റ് അവർ പൂർത്തിയാക്കുന്നു, അത് സിനിമയാകുന്നില്ല. പക്ഷേ പ്രദീപ് കിഷൻ ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, ഇവരോട് പറയുന്നുണ്ട്, നിന്നിലെ എഴുത്തുകാരിയെ പുറത്ത് കൊണ്ടുവരേണ്ട സമയമായി എന്നുള്ള ആ ഒരു വിഷയം ഇവരോട് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ഒരു കുടുംബത്തിൻ്റേതായ ഒരു കോൺഫ്ലിക്റ്റൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വരുന്ന സമയത്ത് അരുന്ധതി റോയ് തനിക്ക് എഴുതാൻ വേണ്ട ഒരു സൗകര്യം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയും അവർ നിരന്തരം എഴുതി തുടങ്ങുകയും ചെയ്യുന്നു. പിന്നെയുള്ള കഥ നമ്മൾ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചു കഴിഞ്ഞാൽ ഇത് ചില ലിറ്റററി ഏജൻറ്റ്സ് കാണുകയും അരുന്ധതി റോയ് പറയുന്നത് പ്രകാരം അവർക്ക് ലിറ്റററി ഏജൻ്റ് ആയിരുന്നു എന്നുള്ള അങ്ങനെ ഒരു തസ്തിക ഉണ്ടോ എന്ന് പോലും അറിയില്ലായിരുന്നു. പക്ഷേ ഇത് ഒരാൾ വായിക്കുന്നു, രണ്ടാമത് വായിക്കുന്നു, ഇതൊരു വളരെ വളരെ ആഘോഷിക്കപ്പെടേണ്ട രീതിയിൽ എഴുതപ്പെട്ടൊരു പുസ്തകമാണെന്ന് തിരിച്ചറിയുകയും അത് പെൻഗ്വിൻ റാൻഡം ഹൗസ് ആണെന്ന് തോന്നുന്നു, അത് ഇവിടെ ബ്രിട്ടനിൽ പബ്ലിഷ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അത് ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി തരുൺ തേജ്പാൽ ഒരു ഇന്ത്യ ഇങ്ക് എന്ന് പറയുന്ന ഒരു പബ്ലിക്കേഷൻ ഹൗസ് തന്നെ തുടങ്ങുന്നു. അങ്ങനെ 1997 ഈ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുകയും അതിന് ബുക്കർ പ്രൈസ് കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇതൊരു സ്വപ്നങ്ങളിലൊക്കെ മാത്രം സംഭവിക്കുന്നത് പോലുള്ള ഒരു വളരെ ഈസി ആയിട്ടുള്ളൊരു സംഗതിയാണ് എന്ന് നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ എങ്കിലും ഇതിനകത്ത് ഒരുപക്ഷെ ഞാൻ അതിവായനയാണോ എന്നെനിക്കറിയില്ല, ആ പുസ്തകം വായിക്കുന്ന 1997 തന്നെ എനിക്ക് തോന്നിയിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അതൊരു പക്ഷേ ഞാനൊരു വിമർശകനായതുകൊണ്ടുകൂടി ആയിരിക്കാം ഞാൻ അന്ന് അങ്ങനെ അത് ചിന്തിക്കാനുള്ള കാരണം. 1991 നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്ന സമയത്ത് നമ്മളെ എക്കണോമി ഓപ്പൺ ചെയ്യപ്പെടുകയും തുടർന്നുള്ള ഒരു 10 വർഷങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ എക്കണോമിയും ട്രേഡും മാർക്കറ്റും ഓപ്പൺ ചെയ്യുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആരായിരിക്കണം ഇന്ത്യയുടെ പുസ്തക വിപണിയെ നിയന്ത്രിക്കേണ്ടത്?
ഞാൻ അതിന് തൊട്ട് മുമ്പുള്ള പുസ്തക വിപണിയെ വളരെ കാര്യമായിട്ട് നോക്കിയിട്ടുണ്ട്. എല്ലാവർക്കും നമുക്കറിയാവുന്നതുപോലെ അന്ന് പെൻഗ്വിനുണ്ടായിരുന്നു, മാക്മില്ലൻ ഉണ്ടായിരുന്നു, പിന്നെ ജെയ്ക്കോ എന്ന് പറയുന്ന പുസ്തക പ്രസാധക സംഘം ഉണ്ടായിരുന്നു. ഇന്ത്യൻ റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ഇങ്ങനെയുള്ള പബ്ലിക്കേഷനിലൂടെയാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. നമുക്ക് ഒരു ഇന്ത്യൻ ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന, അപ്പോൾ എനിക്ക് തോന്നുന്നു ഈവൻ ശശി തരൂരിൻ്റെ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഷോ എന്നൊക്കെ പറയുന്ന നോവല്, അലൻ സീലിയുടെ നോവലുകളൊക്കെ അതിന് മുമ്പ് വന്നിട്ടുള്ള പുസ്തകങ്ങളാണ്, ഇംഗ്ലീഷ് പബ്ലിക്കേഷൻസാണ്. പക്ഷേ അതൊക്കെ അതിനൊക്കെ ഒരു ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഉണ്ടായിരുന്നത്. നമുക്ക് പിന്നെ അനിത ദേശായി അങ്ങനെയുള്ള എഴുത്തുകാർ, പുറത്തുനിന്ന് എഴുതുന്ന, ഇന്ത്യക്ക് പുറത്തുനിന്ന് എഴുതുന്ന കുറച്ച് എഴുത്തുകാർ, സൽമാൻ റുഷ്ദിയെ പോലുള്ളവർ. അപ്പോൾ ഇത് രണ്ടും രണ്ടായി നിൽക്കുന്ന ഇന്ത്യൻ റൈറ്റേഴ്സും ഇംഗ്ലീഷിൽ എഴുതുന്ന ഇന്ത്യൻ റൈറ്റേഴ്സും തമ്മിൽ രണ്ടായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ 97, 98 കാലഘട്ടമൊക്കെ ആകുമ്പോഴേക്കും ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് പെനിട്രേഷൻ ചെറുതായിട്ട് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ അത് തന്നെ നമുക്ക് മനസ്സിലാകും. 91 ആരംഭിച്ച ഗ്ലോബലൈസേഷൻ പ്രോസസ്സ് 98 ആകുമ്പോഴേക്കും ഏതാണ്ട് അതിൻ്റെ ഒരു റിസൾട്ടൊക്കെ തുടങ്ങുന്നൊരവസ്ഥയെത്തി. ഓൺലൈൻ പോർട്ടലുകൾ വരാൻ തുടങ്ങി. അന്ന് ഫേസ്ബുക്കൊന്നും വന്നിട്ടില്ല, ഓൺലൈൻ പോർട്ടലുകൾ വന്നു തുടങ്ങിയിരുന്നു. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പിറ്റാര.com, പിന്നെ വിത്തിൻ 2 years ടെഹൽക്ക.com, ഇങ്ങനെയെല്ലാം വന്നുകൊണ്ടിരുന്നു. അതിന് തൊട്ട് മുമ്പാണ് അരുന്ധതി റോയിയുടെ പുസ്തകത്തിന് ബുക്കർ പ്രൈസ് കിട്ടുന്നത്. ഈ ബുക്കർ പ്രൈസ് എന്തുകൊണ്ട് അരുന്ധതി റോയ്ക്ക് കിട്ടി? ഒരു ഇന്ത്യൻ എഴുത്തുകാരി, അല്ലെങ്കിൽ കേരളം, അന്ന് സംസാരിച്ചിരുന്നത് അതിനകത്ത് കമ്മ്യൂണിസമുണ്ട്. അപ്പോൾ യൂറോപ്പിന് ഒരു കമ്മ്യൂണിസ്റ്റ് ക്രിട്ടീക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിറ്റിസിസം ഓൺ കമ്മ്യൂണിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാർക്സിസം എന്ന് പറയുന്നത് യൂറോപ്യൻ മാർക്കറ്റിന് അല്ലെങ്കിൽ യൂറോപ്യൻ ചിന്താഗതിക്ക് അനുകൂലമാണ് എന്നൊക്കെയാണ് അന്ന് അതിൻ്റെ വ്യാപനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ആ പുസ്തകം കേരളത്തിലെ എതിർപ്പുകൾ നേരിടുകയും ചെയ്തിരുന്നു. പക്ഷേ എൻ്റെ ഒരു വീക്ഷണത്തിൽ അന്ന് ഇന്ത്യൻ പുസ്തക വിപണിയെ ആഗോള വിപണിയുമായി ഘടിപ്പിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. കാരണം എല്ലാ ഫീൽഡും തുറക്കുന്നു, ആ സമയത്ത് പുസ്തക വിപണിയും തുറക്കുന്നു. നമുക്ക് മനസ്സിലാവും, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് ജയ്പൂർ ലിറ്ററേച്ചർ ഫെസ്റ്റിവലൊക്കെ ആരംഭിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്ത്യയിൽ, കേരളത്തിലുള്ള ഒരു കഥ പറയുന്ന അരുന്ധതി റോയിയെ പോലുള്ള ഒരു എഴുത്തുകാരിയുടെ പുസ്തകത്തിന് ബുക്കർ പ്രൈസ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വായിക്കുന്ന വലിയ ഒരു സമൂഹം ഉള്ള ചില മേഖലകളെ, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മെട്രോപൊളിറ്റൻ സിറ്റീസിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ കേരളം, ബംഗാൾ, പിന്നെ ഈ പറയുന്ന പോലെ മഹാരാഷ്ട്ര, പിന്നെ കേന്ദ്രം ഡൽഹി, ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് ഇന്ത്യയിലെ വായനക്കാർ, പിന്നെ കർണാടകം, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് വായനക്കാരുടെ ഒരു വലിയ സമൂഹം ഉള്ളത്. അപ്പോൾ അവിടെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടാവുന്ന ചില ആശയങ്ങളുള്ളതും ഇന്ത്യക്കാരി എഴുതിയതുമായിട്ടുള്ള ഒരു പുസ്തകത്തിന് ബുക്കർ പ്രൈസ് കൊടുക്കുന്നത് വഴി അതിന് ആഗോളമായ ഒരു വ്യാപനം കിട്ടും എന്നുള്ളത് കൊണ്ടാണ്. അതോടുകൂടി നമ്മൾ കാണുന്നത് ഇന്ത്യൻ പുസ്തക വിപണി അഭൂതപൂർവമായ രീതിയിൽ തുറക്കപ്പെടുന്നതാണ് കാണുന്നത്. അപ്പോൾ ബുക്കർ പ്രൈസ് തീർച്ചയായിട്ടും അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ഡിസർവ് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ അതിൻ്റെ ആ ഒരു പർട്ടിക്കുലർ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ എക്കണോമിക് കോണ്ടെക്സ്റ്റ് നമ്മൾ നോക്കാതെ അത് അരുന്ധതി റോയി എഴുതുകയും ആരോ കണ്ടെത്തിയ മാനുസ്ക്രിപ്റ്റ് പലയിടങ്ങളിൽ സഞ്ചരിച്ച് പിന്നീട് അതൊരു വലിയ പുസ്തകമായി മാറുകയും ചെയ്തതുപോലെ അത്ര ഈസി ആയിട്ടുള്ളൊരു സിൻഡ്രല്ല കഥ ആയിരുന്നില്ല ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം.